സോപ്പ് സ്റ്റുഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അരി കൊണ്ടുള്ള സോപ്പാണ്. അരി കൊണ്ട് ഗ്ലിസറിൻ ബേസിൽ എങ്ങനെ നമുക്ക് സോപ്പ് ഉണ്ടാക്കാന്നുള്ളത്. അതായത് നമ്മുടെ അരി നമ്മൾ നന്നായി കഴുകിയിട്ട് കുതിർത്താടാം. നമുക്ക് 10 ഗ്രാം വേണ്ട, നമ്മൾ 2 സോപ്പ് ഉണ്ടാക്കണുള്ളൂ കേട്ടോ. നമുക്ക് നമ്മുടെ വീട്ടാവശ്യത്തിന് ഇപ്പം ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ 2 സോപ്പ് ഞാൻ ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ അരിക്ക് 1 കിലോയ്ക്ക് നമുക്ക് 50 ഗ്രാമാണ് വേണ്ടത്. അരി അരച്ചതായാലും അരിപ്പൊടി ആയാലും ഓക്കെ 50 ഗ്രാം. അപ്പോൾ നമ്മൾ അത്ര കറക്റ്റായിട്ട് കാൽക്കുലേഷനിൽ ചെയ്തോളൂ കേട്ടോ. 1 കിലോ എടുക്കുമ്പോൾ 50 ഗ്രാം, 2 സോപ്പ് എടുക്കുമ്പോൾ 10 ഗ്രാം ഓക്കെ. അപ്പോൾ അതേപോലെ തന്നെ നമ്മളിത് ഈ നല്ല ബേസായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നല്ല ക്ലിയർ ബേസാണ് ഉപയോഗിക്കുന്നത് കണ്ടോ. കൈമ ഒട്ടിന്ന് പിടിക്കും. നമ്മൾ സാധാരണ വില കുറഞ്ഞ ബേസൊക്കെ മേടിച്ചാൽ കൈമ ഒട്ടി പിടിക്കും. ഇത് ഒട്ടിന്ന് പിടിക്കും. നല്ല ബേസാണ്, നല്ല ക്ലിയർ ബേസാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല ക്ലിയർ ബേസ് മേടിക്കാൻ. നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ തന്നെ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഞാൻ ബേസ് നല്ല ബേസോട് അയച്ചു തരാം കേട്ടോ. നല്ല ആകെ ഞാനൊരു ബേസ് മാത്രമേ സെയിൽ ചെയ്യുന്നുള്ളൂ. അത് ഈ ബേസ് മാത്രമേ ഉള്ളൂ. വേറെ 130 രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. 130, 160, 150, 200 വരെയുള്ള സ്റ്റാർട്ടിംഗ് ഉള്ള ഇതുണ്ട്. അതൊന്നും എനിക്ക് അത്ര താല്പര്യമായിട്ട് തോന്നില്ല. ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി നമ്മുടെ സൾഫേറ്റ് ഫ്രീ ആണ്, ഫാരമൻ ഫ്രീ ആണ് ഓക്കെ. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. കുട്ടികൾക്ക് വരെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല പാത്തിയുണ്ട്, നല്ല പാത്തിയുള്ള ബേസാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല ബേസ് നോക്കി മേടിക്കുക. കിട്ടാത്തവർ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ കൊറിയർ വഴി അയച്ചു തരാം കേട്ടോ ഓക്കെ. അതേപോലെ സോപ്പുകൾ, അതായത് ഓയിൽ സോപ്പ് ആയാലും ഗ്ലിസറിൻ സോപ്പ് ആയാലും നിങ്ങൾക്ക് എത്ര വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വില കുറവിന് തന്നെ ഞാൻ നിങ്ങൾക്ക് തരാം ഓക്കെ. ഞാൻ ഉണ്ടാക്കുന്നത് സോപ്പിൻ്റെ എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് കണ്ടല്ലോ, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഉണ്ടാക്കണമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടാണ് ഈ സോപ്പ് നിങ്ങൾക്ക് ഞാൻ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിച്ച് ഉപയോഗിക്കുക, ഒരു കുഴപ്പമുണ്ടാവില്ല നിങ്ങൾക്ക് ഓക്കെ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് കിടന്നാലോ. അപ്പോൾ നമ്മൾ അതിലേക്ക് ബേസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് 2 സോപ്പിലുകൾ 200 ഗ്രാം ബേസും, പിന്നെ നമ്മൾ അരി കഴുകിയിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് 10 ഗ്രാം. പിന്നെ നമ്മൾ അതിലേക്ക് റോസ് വാട്ടർ ചേർക്കുന്നുണ്ട്, പിന്നെ നമ്മൾ സ്മെല്ല് ചേർക്കുന്നുണ്ട് ഓക്കെ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഗ്ലിസറിൻ കൂടി ചേർക്കാം. ഇതൊന്നും ആവശ്യമുള്ള സാധനങ്ങൾ കേട്ടോ. നമുക്ക് സ്മെല്ല്, കളറ്, പിന്നെ നമുക്ക് എന്തിനാ വേണ്ടത്, ബേസ് മാത്രം ഉണ്ടെങ്കിൽ സോപ്പ് ഉണ്ടാക്കാം. പിന്നെ ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് ചേർക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർക്കാം ഓക്കെ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വേണ്ടില്ലേ നമ്മുടെ ഗ്ലിസറിൻ്റെ ബേസൊക്കെ നന്നായി മെൽറ്റ് ചെയ്യുന്നുണ്ട്. നല്ല ക്ലിയർ ബേസാട്ടോ കണ്ടില്ലേ സൈഡൊക്കെ. ഇപ്പോൾ ബേസ് വന്നിട്ടുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് ഓർഡർ ചെയ്തോട്ടോ, അതിന് കഴിഞ്ഞ് പോകും. ഞാൻ കുറച്ച് ഇറക്കുള്ളൂ. ഇനി നമ്മളിതിലേക്ക് 10 ഗ്രാം, അതായത് നമ്മുടെ ഈ ടീസ്പൂണിൽ 2 ടീസ്പൂൺ നന്നായി അരച്ചോളൂ കേട്ടോ. നമ്മളത് ചേർത്തുണ്ട്. ഇനി നമ്മളതിലേക്ക് റോസ് വാട്ടർ നമ്മൾ 10 ഡ്രോപ്പ് മതി. നമ്മളിതിലേക്ക് ഇനി നമുക്കതിലേക്ക് ഗ്ലിസറിൻ ആഡ് ചെയ്യാം. ഇതൊന്നും ആവശ്യമില്ല കേട്ടോ, ഗ്ലിസറിനൊന്നും ആവശ്യമില്ല. ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ചെയ്യണോണ്ട് കുഴപ്പമില്ല. അതൊക്കെ ഒരു 2-3 ഡ്രോപ്സ് മതി. നമ്മൾ 2 സോപ്പുകൾ ഉണ്ടാക്കണുള്ളൂ. ഇനി നമുക്ക് അതിലേക്ക് സ്മെല്ല് കേട്ടോ, സ്മെല്ലും കുറച്ച് തന്നെ മതി. നമ്മൾ എടുത്തില്ല, അതിൽ തന്നെ സ്മെല്ല് എടുക്കുന്നുണ്ട് ഓക്കെ. ഒരു 5 മില്ലി കേട്ടോ. ഇനി ഇതൊക്കെ എല്ലാം കൂടി നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളത് നമ്മുടെ മോൾഡിലേക്കാണ്ട് ഒഴിക്കുക. അപ്പം മോൾഡൊക്കെ കഴുകി എടുത്ത് വെച്ചോളൂ കേട്ടോ. നമ്മൾ നമ്മുടെ സോപ്പ് ഒഴിക്കേണ്ടി വരും. നല്ല വൈറ്റ് നിറയട്ടെ. നമ്മളൊരു കളറൊന്നും ചേർത്തല്ല കേട്ടോ. നമ്മുടെ റബ്ബിങ് ആൽക്കഹോൾ കേട്ടോ. കുറച്ച് കൈ തട്ടി പോയി. നമ്മുടെ സോപ്പിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അപ്പോഴേ നമ്മുടെ അരിയുടെ സോപ്പ് നന്നായി സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നമ്മുടെ അരിയുടെ സോപ്പ് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും ഉണ്ടാക്കാവുന്നതുള്ളൂ കേട്ടോ. വീട്ടമ്മമാർക്കും ജോലിയുള്ളവർക്കും എല്ലാവർക്കും ഉണ്ടാക്കാവുന്നതുള്ളൂ. ഇത് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല. ഇപ്പോൾ എല്ലാവരും വീട്ടിലുള്ളതല്ല അരി. അപ്പോൾ നമുക്ക് സ്വന്തം കുളിക്കാനുള്ള സോപ്പ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിക്കൂടെ. പല വരെ ചിലപ്പോൾ കിട്ടും. ചിലവർക്ക് ആര്യവേപ്പിൻ്റെ ഇല കിട്ടും, അങ്ങനെ എന്ത് കിട്ടുന്നത്. പിന്നെ ചെമ്പരത്തിയുടെ പൂ കിട്ടും. അതൊക്കെ കൂട്ടി നമുക്ക് ഉണ്ടാക്കാം കേട്ടോ നമ്മുടെ സോപ്പുകൾ. അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്താ ഉള്ളത് അത് ഉപയോഗിച്ചിട്ട് നമ്മൾ സോപ്പ് ഉണ്ടാക്കുക, നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കെമിക്കലില്ലാത്ത സോപ്പ് നമുക്ക് തന്നെ യൂസ് ചെയ്യാൻ ഉണ്ടാക്കാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ല അരിയുടെ സോപ്പ് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന്.
അപ്പോൾ അരിയുടെ സോപ്പ് എങ്ങനെ ഗ്ലിസറിൻ ബേസിൽ ഉണ്ടാക്കേണ്ടത് ഞാൻ കാണിച്ചു തന്നു. അതുപോലെ ഓയിൽ സോപ്പിൽ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ 2 സോപ്പ് നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കുക, ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്തു അല്ലെങ്കിൽ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്തു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും ബേസ് കിട്ടണില്ലെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്തോട്ടെ, നല്ല ബേസ് തരാം. സൾഫേറ്റ് ഫ്രീ പാരമൻ ഫ്രീ ആയിട്ടുള്ള ബേസുകൾ വന്നിട്ടുണ്ട്, ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആർക്ക് ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വിളിച്ചോട്ടെ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം, കൊറിയറായിട്ട് അയച്ചു തരാം കേട്ടോ. അപ്പോൾ ഓക്കെ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത് കാണാം. ഓക്കെ, താങ്ക് യു.